നീ തന്നെയാണ് നിന്റെ ഈശ്വരൻ. ഗുരുവചനത്തിന് 100 വയസ്സ് തികയുന്നു. ചരിത്രമെഴുതിയ ചേർത്തല കളവങ്കോടം കണ്ണാടി പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് നാടൊരുങ്ങുന്നു. നീ തന്നെയാണ് നിന്റെ ഈശ്വരൻ എന്ന ഗുരുവചനത്തിന് 100 വയസ്സ് തികയുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ചരിത്രമെഴുതിയ ചേർത്തല കളവങ്കോടം ശ്രീ ശക്തീശ്വര ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് നാടും ദേവസ്വവും ഒരുങ്ങുന്നു. 1927 ജൂൺ 14 പുലർച്ചെ 4-ന് അരിവുപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി തുടങ്ങിയ ഗുരുവിൻ്റെ പ്രതിഷ്ഠാ പരമ്പരയ്ക്ക് അവസാന മുദ്ര പതിഞ്ഞത് കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രത്തിലാണ്. വിഗ്രഹത്തിന് പകരം പ്രത്യേകം അളവിൽ എറണാകുളത്ത് നിന്നും കൊണ്ടുവന്ന കണ്ണാടിയുടെ പിറകിലെ രസം ചുരണ്ടി ഓം ശാന്തി എന്നെഴുതി ഗുരു പ്രതിഷ്ഠ നടത്തി. കണ്ണാടിക്ക് മുന്നിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സന്ദേശവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആലേഖനം ചെയ്തു. 99 വർഷം പിന്നിട്ട ഈ ചരിത്ര മുഹൂർത്തത്തിൻ്റെ 100-ാം വാർഷികം വരുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ക്ഷേത്ര ഭരണസമിതിയും നാട്ടുകാരും ഒരുങ്ങുന്നത്. സംസ്ഥാന തലത്തിലുള്ള ആഘോഷങ്ങളാണ് ലക്ഷ്യമിടുന്നത് എന്ന് ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ പറഞ്ഞു. കളവങ്കോടം ശ്രീ ശക്തീശ്വര ക്ഷേത്രത്തിൽ ശ്രീ നാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കാൻ തുടങ്ങുന്ന വേളയിലാണ് ഈ വർഷം കടന്നു പോകുന്നത്. ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി 99 വർഷമാണ് ഈ ജൂൺ 14 വരുമ്പോൾ പിന്നിട്ട് കഴിഞ്ഞത്. വരുന്ന ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ദൂരമായ ആഘോഷ പരിപാടികൾക്കാണ് നാട്ടുകാരും ദേവസ്വം ഭരണസമിതിയും തയ്യാറെടുത്തിരിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സന്ദേശമാണ്. അതാണ് ഈ ക്ഷേത്രത്തിൽ ഗുരു പ്രതിഷ്ഠ നടത്തുമ്പോൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തെ മുൻവശം തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ആ സന്ദേശം ആലേഖനം ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ്റെ മതം മനുഷ്യത്വമാണ് എന്ന് പറഞ്ഞ ലോകഗുരു ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതിലൂടെ ജനങ്ങൾക്ക് ഉള്ള ഒരു പുതിയ സന്ദേശമാണ് ഗുരുദേവൻ നടത്തിയത്. ആഘോഷങ്ങളുടെ സമാപനത്തിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശതാബ്ദി ആഘോഷത്തിൻ്റെ പ്രധാന ആകർഷണമായി സംസ്ഥാന സർക്കാർ 1 കോടി രൂപ ചെലവിൽ ശ്രീനാരായണ ഗുരു മ്യൂസിയം ക്ഷേത്ര പരിസരത്ത് ഒരുക്കും. മ്യൂസിയത്തിൽ ഗുരുവും മഹത് വ്യക്തികളും സംവദിക്കുന്ന ചിത്രങ്ങൾ, ഗുരുവിൻ്റെ തിരുശേഷിപ്പുകൾ എന്നിവയ്ക്കൊപ്പം നവോത്ഥാന നായകരുമൊത്ത് ഗുരു കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ മെഴുക് പ്രതിമകളും സ്ഥാപിക്കും. മ്യൂസിയം മഹാസമ്മേളനത്തിൽ നാടിന് സമർപ്പിക്കും. ഇപ്പം നമുക്ക് 1 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. അത് ആർട്ട് ഗാലറി ആണ് ഉദ്ദേശിക്കുന്നത്. അത് ക്ഷേത്രത്തിനകത്ത് തന്നെ നമുക്ക് ഈ വർഷം തന്നെ അത് ആർട്ട് ഗാലറി ഗുരുദേവനും മറ്റ് സമുദായ ആചാര്യന്മാരും ആത്മീയ ആചാര്യന്മാരും ഒക്കെ ആയിട്ടുള്ള സംസാരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ആർട്ട് ഗാലറിയാണ് 1-ാം റൗണ്ടിൽ 1 കോടി രൂപയായിട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വേറെ വിപുലമായ ഒരു മ്യൂസിയം, ശ്രീനാരായണ മ്യൂസിയം ഇതോടൊപ്പം സ്ഥാപിക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. ശ്രീനാരായണ പഠന കേന്ദ്രം ഇതോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീനാരായണ പഠന കേന്ദ്രം ആരംഭിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള പുസ്തകങ്ങളെല്ലാം എഴുതിയിട്ട് ഒരു ലൈബ്രറി തുടങ്ങുന്നതിന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഇതെല്ലാം ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഒരു ശ്രീനാരായണ ഒരു ഗവേഷണ കേന്ദ്രം, ഒരു പഠന കേന്ദ്രം ആയി നമ്മുടെ ഈ ക്ഷേത്രം മാറുക എന്നുള്ളൊരു സന്ദേശം കൂടി ഈ 100-ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. ഉടനെ തന്നെ ആർട്ട് ഗാലറിയുടെ ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടവാളെടുത്ത ഗുരു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ മനുഷ്യന് നൽകിയത് സ്വയം അറിയുക എന്ന വലിയ സന്ദേശമാണ്. കണ്ണാടിക്ക് ഇടതുഭാഗത്ത് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിഷ്യൻ ബോധാനന്ദ സ്വാമി പ്രതിഷ്ഠിച്ച അർദ്ധനാരീശ്വര വിഗ്രഹവും ഇന്നും ഒരു ഇളക്കം തട്ടാതെ ക്ഷേത്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ മതം മനുഷ്യത്വമാണ് എന്ന ഗുരു സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ആ പുണ്യഭൂമി വീണ്ടും ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷിയാകാൻ പോവുകയാണ്.